ഹായ് ഓൾ 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ +1 ഇന്ത്യൻ എക്കണോമിയിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ദാറ്റ് ഈസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, LPG എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി കൊടുക്കുന്നു, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലഘൂകരിച്ച് കൊടുക്കുന്നു, ലൈസൻസിങ് സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു അത് എടുത്തു കളയുന്നു, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മാർക്കറ്റിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിനെയാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ലിബറലൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു പുട്ട് ആൻ എൻഡ് ടു റെസ്ട്രിക്ഷൻസ് ആൻഡ് ഓപ്പൺ വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി. എക്കണോമിയുടെ വേരിയസ് സെക്ടേഴ്സിലേക്ക് ഓപ്പർച്യൂണിറ്റീസിനെ തുറന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ പറയുന്നുണ്ട് പ്രൈവറ്റൈസേഷൻ. എന്താ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്? പ്രൈവറ്റൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഫ്രം ദ പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഓർഗനൈസേഷൻസിന്റെ എല്ലാ ചുമതലയും ഉത്തരവാദിത്തങ്ങളും നേരിട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിന് കൈമാറുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെന്റും, ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഷെയർസ് മാത്രം വിൽക്കുന്നു. ഇപ്പോൾ റെയിൽവേയുടെ ഷെയർ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, അതാണ് എന്ത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും വന്നാൽ അതിന്റെ തൽഫലമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരാളാണ് ആര്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിയെ വേൾഡ് എക്കണോമിക്ക് തുറന്നു കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ മീൻ ഇന്റഗ്രേറ്റിംഗ് വൺ എക്കണോമി ടു ഗ്ലോബൽ എക്കണോമി. മനസ്സിലായല്ലോ? ട്രേഡ് അക്രോസ് ദി വേൾഡ്. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം മറ്റു രാജ്യങ്ങളിലും നമുക്ക് വാങ്ങാൻ കിട്ടും. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ട്രേഡ് അക്രോസ് ദി വേൾഡ്. നമുക്ക് സാധന സേവനങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.